ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്കു കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. കിഴക്കുഭാഗത്ത് ആകാശത്തിൽ കണ്ട ഒരു പ്രത്യേകതയുള്ള നക്ഷത്രം പൗരസ്ത്യ ദേശത്തു നിന്നും വന്ന ജ്ഞാനികൾക്ക് വഴികാട്ടിയാകുന്ന സമയം. ഞങ്ങൾ യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കുവാൻ വന്നിരിക്കുകയാണ് ജെറുസലേമിലേക്ക് എന്ന അവരുടെ സംസാരം, അവരുടെ ആ അന്വേഷണം അന്ന് നാടുവാണിരുന്ന ഹെരോദേസ് രാജാവിൻ്റെ കാതുകളിൽ വാർത്തയായി എത്തിയപ്പോൾ അവരെ രഹസ്യമായി വിളിച്ച് തൻ്റെ പ്രധാന പുരോഹിതനും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞരും പറഞ്ഞതനുസരിച്ച് ബെത്ലഹേമിലേക്ക് ആ 3 ജ്ഞാനികളെ ആ രാജാവിനെ കണ്ടെത്തുവാനായി അയക്കുന്ന ഹെരോദേസ് രാജാവ്. ആ ജ്ഞാനികൾക്ക് നല്ല വിഷമം തോന്നിയ സമയം. ഒരു പരിചയവുമില്ലാത്ത സ്ഥലത്ത് തങ്ങൾക്ക് തുണയായി ആ രാജാവ് ഒരു കിങ്കരനെ പോലും അയച്ചില്ലല്ലോ എന്ന വിഷമത്തിലാണ് ആ 3 പേരും രാജകൊട്ടാരത്തിൽ നിന്ന് ആ ലക്ഷ്യമറിയാത്ത, എത്തിച്ചേരേണ്ട സ്ഥലം ഏതെന്നറിയാത്ത യാത്ര വീണ്ടും പുറപ്പെട്ടിട്ടുണ്ടാവുക അല്ലേ? എന്നാൽ അവർ ആശ്വസിക്കുകയാണ്, അവർ സന്തോഷിക്കുകയാണ്. ആരും തങ്ങൾക്ക് കൂട്ടിനില്ലെങ്കിലും ആ ഒരു പ്രത്യേക നക്ഷത്രം മറ്റനേകം നക്ഷത്രങ്ങളുടെ ഇടയിൽ വേറിട്ട് വീണ്ടും തങ്ങളുടെ മുൻപിൽ അതാ നിൽക്കുന്നു. ആ നക്ഷത്രം തങ്ങൾ നടക്കേണ്ടുന്ന ദിശയിൽ തങ്ങളുടെ മുന്നിലായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു അടയാളത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജ്ഞാനികൾ. നമ്മുടെ ജീവിതത്തിലും നാം കണ്ടിട്ടില്ലാത്ത ഉണ്ണി യേശുവിനെ കാണുവാൻ, കണ്ട് വണങ്ങുവാൻ, കണ്ട് അവനെ നമസ്കരിപ്പാൻ, അവന് വേണ്ട സമ്മാനങ്ങൾ കൊടുക്കുവാൻ നമ്മുടെ കൺമുന്നിൽ ഏതെങ്കിലും ഒരു നക്ഷത്രം നമ്മെ നയിക്കുന്നുണ്ടോ? ആകാശത്തുള്ള അനേകം നക്ഷത്രങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു നക്ഷത്രമുണ്ടോ നമുക്ക് ഒരു വഴികാട്ടിയാകുവാൻ? കാണുന്നില്ല അല്ലേ? എങ്കിലും നമ്മുടെ വിശ്വാസം നമ്മെ നയിക്കുന്നുണ്ട് ആ ദിവസത്തിലേക്ക്, യേശുവിൻ്റെ ജനന ദിവസത്തിലേക്ക്, അവനെ കാണുവാൻ, കണ്ട് നമസ്കരിക്കുവാൻ. അങ്ങനെ അവനെ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തി കഴിയുമ്പോൾ അനേകം നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക നക്ഷത്രമായി നമ്മെ ആക്കി തീർക്കുന്ന ഉണ്ണിയേശു. ആർക്കാണ് നാം ഒരു പ്രത്യേക നക്ഷത്രമായി തീരേണ്ടത്? അശരണർക്ക്, പ്രയാസത്തിൽ മനസ്സ് നേറിപ്പുകയുന്നവർക്ക്, ആശ്രയിക്കുവാൻ ആരുമില്ല എന്ന് കരുതുന്നവർക്ക്, ജീവിതത്തിൻ്റെ വഴി അറിയാതെ, ജീവിത പാത അറിയാതെ, ജീവിതത്തിൻ്റെ ലക്ഷ്യമറിയാതെ അലയുന്നവർക്ക്. അങ്ങനെയുള്ളവർക്ക് ഒരു നക്ഷത്രമാകുവാൻ, നമ്മെ ആക്കി തീർക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിൽ നിന്നും നാമായി പിന്മാറാതെ നമുക്ക് തരുന്ന ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ, ആ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും മനസ്സും സമയവും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.